നമുക്ക് ഇഷിതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് ഇഷിത വീട്ടിലേക്ക് ചെല്ലുവാണ്. ഈ സമയത്ത് പ്രിയാമണി ആകെപ്പാടെ വിഷമിച്ചിരിക്കുകയാണ്. അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഇഷിതയോർത്ത് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്ന് കരുതിയിട്ട് പ്രിയാമണിന്റെ അടുത്തേക്ക് ചെന്നിരിക്കുകയാണ്. ആ സമയത്ത് പ്രിയാമണി ഒരു മൈൻഡ് ചെയ്യാതെ കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നു. ഇഷിത ഇത്തിരിയോടെ അടുത്തിരുന്നപ്പോഴത്തേനും പ്രിയാമണി കുറച്ചുകൂടെ അങ്ങോട്ട് മാറിയിരുന്നു. എന്താ അമ്മേ, അമ്മയ്ക്ക് ഇത് എന്താ പറ്റിയത്? അമ്മ എന്താ കുഞ്ഞു കുട്ടികളെ പോലെ കളിക്കുകയാണോ എന്ന് ചോദിക്കണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പ്രിയാമണി പറഞ്ഞു, അതെ, ഞാൻ കളിക്കേണ്ട പ്രായമാണല്ലോ ഇതെന്ന് പറയണം. എന്താ അമ്മേ, അമ്മയ്ക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നില്ല. എന്താ ഒരു മുഖം വീർപ്പീര്? എനിക്ക് നല്ല സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇങ്ങെടുത്തോണ്ട് ഞാൻ പറയണം. അതെ, ചായ ഇല്ല, കാപ്പിയില്ല, ഒന്നുമില്ല എന്ന് പറയണം. ആഹാ, ഇന്ന് എൻ്റെ അമ്മ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. കാര്യം എന്താന്ന് ചോദിക്കാം. അതെ, ഞങ്ങളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടോയെന്ന് ചോദിക്കാം. നിങ്ങളുടെ കാര്യത്തിലോ? നിങ്ങളുടെ എന്താ കാര്യം ഇരിക്കുന്നത്? എനിക്കറിയത്തില്ലാത്ത എന്ത് കാര്യമുള്ളതെന്ന് ചോദിക്കും. അതെ, ചിപ്പിമോൾ ഒരു കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ കാര്യത്തിന് വല്ല തീരുമാനം ഉണ്ടാന്ന് ഞാൻ ചോദിക്കുന്നത്. ചിപ്പിമോൾക്ക് ഒരാളും കൂടെ കൂട്ടായിട്ട് വേണമെന്ന്. ഓ, അതാണോ കാര്യം? അതെ, മാഷ് ഇവിടെ ഒന്ന് പറഞ്ഞായിരുന്നു. രാമനാഥൻ ആ കാര്യങ്ങളൊക്കെ മാഷിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയാം. ഓ, അപ്പം അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ. അത് വരട്ടെ കാര്യങ്ങൾ. അല്ല, അതിൻ്റെ കാര്യത്തിൽ ഉടനെ തീരുമാനം ഉണ്ടാകുമെന്ന് പറയാം. സത്യമാണോ മോളെ നീ പറഞ്ഞെന്ന് വയ്ക്കും. അതെ, ആദ്യമേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരുന്നതോട് കൂടിയിട്ട് അതിൻ്റെ കാര്യത്തിലൊരു തീരുമാനം ആവുമെന്ന് പറയാണ്. പ്രിയാമ്മയുടെ മുഖം അങ്ങോട്ട് മാറി. ഓഹോ, അപ്പം ആദ്യമേ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് വരാനായിട്ടല്ലേ നീ ഇരിക്കുന്നേ? പിന്നല്ലാതെ ചിപ്പിമോൾക്കൊരു കൂട്ടല്ലേ വേണ്ടേന്ന് ചോദിക്കും. അതെ, ചിപ്പിമോള് പറഞ്ഞ എന്താന്നാ, ആദ്യം കൂട്ടിക്കൊണ്ട് വന്നില്ലെങ്കിൽ അവൾക്കൊരു അനുജനോ അനുജത്തിയോ വേണമെന്നല്ലേ പറഞ്ഞേ. ആദ്യം വരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? രചന അവനെ വിടുമെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ല. ഇനി ഞാൻ നോക്കിയിട്ട് ഒരു കൂട്ട് അവൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിനക്കും മഹേഷിനും കൂടെ ഒരു കുഞ്ഞു പറക്കണമെന്ന് പറയണം. അത് പിന്നെ അമ്മേ, ഞാൻ എന്താ നിനക്ക് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേന്ന് ചോദിക്കണം. അത് പിന്നെ ഞാൻ, അതെ ഇഷിത, നീ ഇനി ഇങ്ങനെ അമാന്തിച്ച് വെച്ചിരുന്നിട്ട് കാര്യമില്ല. ഡോക്ടറെ കാണാൻ പോയതല്ലേ? മാളവിക ഡോക്ടർ എന്താ പറഞ്ഞേ? നിനക്കൊരു കുഴപ്പമില്ല, ഇപ്പൊ കാണുന്നില്ലെന്നല്ലേ പറഞ്ഞേ. എന്നിട്ടിപ്പോൾ എന്താ ഇത്രയും കാലമായിട്ട് ഞങ്ങൾ കാത്തിരിക്കുന്നത് എന്താണെന്നറിയാവോ? നിനക്കൊരു കുഞ്ഞു പറന്ന് കാണാൻ വേണ്ടിയിട്ടാന്ന് പറയണം. അല്ലമ്മ, അത് ചിപ്പിമോൾക്കൊരു കൂട്ടാകത്തില്ലേ? അവൾക്ക് എത്രമാത്രം ആഗ്രഹം ഉണ്ടായിരിക്കും. അവളുടെ കൂട്ടത്തിലുള്ള ആ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ചേട്ടനും അനുജനും അനിയത്തിയൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അവൾക്കും മോഹം കാണും. നീ എന്താ അവളെ മനസ്സിലാക്കാത്തതെന്ന് ചോദിക്കും. അത് പിന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേനും മാഷും കൂടെ അങ്ങോട്ടേക്ക് വന്നു. മാഷ് വന്നിട്ട് പറഞ്ഞു, അതെ, അമ്മ പറഞ്ഞ ന്യായമായിട്ടൊരു കാര്യമാണ്. ഞങ്ങളും കാത്തിരിക്കാൻ തൊട്ട് കുറച്ച് നാളായെന്ന് പറയണം. അപ്പോഴേക്ക് സുമിത്ര വന്നു. സുമിത്രയുടെ മുഖം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ഇഷിതയ്ക്ക് മനസ്സിലായി ഇവിടെ കാര്യഗൗരവമായ ചർച്ചയാണ് നടന്നുകൊണ്ടിരുന്നതെന്നുള്ള കാര്യം. ഈ സമയത്ത് സുമിത്ര ഇഷിതയോട് പറഞ്ഞു, അല്ലേലും ഇവർ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് പറയണം. എത്ര നാളെന്ന് വെച്ചാൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നേ? മാഷ് പറഞ്ഞു, ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്നല്ലേ ഡോക്ടർ പറഞ്ഞു. പിന്നെ എന്താ മോളെ ഇത്? ഞങ്ങൾക്കും ആഗ്രഹമില്ല നിന്റെ ഒരു കുഞ്ഞിനെ കൊഞ്ചിക്കാനായിട്ട്. അതിനേക്കാളും ഉപരി ചിപ്പിമോളുടെ ആഗ്രഹം, അവളുടെ ആഗ്രഹം നീ കണ്ടില്ലെന്ന് അടിക്കില്ലെന്നൊക്കെ പറയണം. ഇഷിത ആകെപ്പാടെ പെട്ടുപോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇഷിത പറഞ്ഞു, അത് പിന്നെ അമ്മേ, ഡോക്ടർ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കറിയാം, നീ തന്നെയല്ലേ ഇന്നാൾ പറഞ്ഞേ നിനക്കൊരു കുഴപ്പമില്ലെന്ന് ഡോക്ടർ പറഞ്ഞെന്ന്. പിന്നെ നീ എന്തിനാ ഇപ്പോൾ ഡോക്ടറെ പിടിക്കണമെന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് പ്രിയാമണി മാഷോൺ കയറിപ്പോയി കഴിഞ്ഞപ്പോൾ സുമിത്ര ഇഷിതയും വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് പോവാണ്. എന്നിട്ട് പറഞ്ഞു, ദേ, ഇളയച്ചനും ഇളയമ്മ ഇതിനെക്കുറിച്ച് തന്നെയാണ് ഇത്ര സമയം സംസാരം. ചേച്ചി, ഒരു കാര്യം ഞാൻ പറയാം. ചേച്ചി ഇങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന് പറയാണ്. എത്രയും പെട്ടെന്ന് തന്നെ ആ എഗ്രിമെൻ്റ് ഒക്കെ കീറിക്കളഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും ഒന്നാവാൻ നോക്ക്. എല്ലാവരും കാത്തിരിക്കുന്ന എന്തിനാണെന്നറിയാലോ? ഈ വിവരം എങ്ങാനും ഇവിടെ ഇളയമ്മ ഇളയച്ചനും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പൂരം തന്നെ ആയിരിക്കും നടക്കാൻ പോകുന്നത്. ഇതുവരെയായിട്ട് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചില്ലെന്നറിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോൾ ഇഷ്ടത്ത് പറഞ്ഞു, അല്ല, അത് പിന്നെ എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. എനിക്ക് ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടോയെന്നും അറിയത്തില്ല. പക്ഷെ ഞാനിങ്ങനെ ഉപദേശിച്ച് പോവാം. കാരണം എനിക്ക് ഇളയച്ചൻ്റെ ഇളയമ്മയുടെ വിഷമം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയണം. പിന്നീട് ഇഷിത അവിടെ നിന്ന് ആ പടം വിഷമിച്ചാണ് വീട്ടിലേക്ക് വരുന്നത്. അങ്ങനെ വന്ന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതിരിക്കുക. ഒരു പക്ഷേങ്കിൽ ആദ്യം ഇങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് വരണം. പക്ഷേ ഈ കണ്ടീഷനിൽ ആദ്യം വരുമെന്ന് തോന്നുന്നില്ല. പക്ഷെ ആദ്യം വന്നില്ലെങ്കിലോ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. ആദ്യം വന്നില്ല, ഇനിയിപ്പോൾ ചിപ്പിമോൾക്ക് ഒരു കൂട്ടും കൂടെ കൊടുക്കാൻ സാധിച്ചില്ലെന്നറിഞ്ഞാൽ ചിപ്പിമോൾക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമില്ല. അങ്ങനെ ആകെപ്പാടെ വിഷമിച്ച് ഇഷിത ഇരിക്കുവാണ്. ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത്. മഹേഷിനെ കണ്ടു കഴിഞ്ഞിട്ടും ഇഷിതയിലൊരു ഭാവമാറ്റം ഉണ്ടായില്ല. ഇഷിത ആ ലോകത്തെങ്ങുമല്ലായിരുന്നു, എന്തോ ഒരു ചിന്തയിലായിരുന്നു. മഹേഷ് വന്നിട്ട് ചെന്ത കാര്യമായിട്ടുള്ള ആലോചനയിലായിരുന്നുള്ളൂ എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷിത പറഞ്ഞു, അത് പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പറയാം. എന്നിട്ടോ
ചിപ്പിമോൾ അവിടെ എല്ലാം ചെന്ന് പറഞ്ഞിരിക്കുന്നു അവൾക്കൊരു അനുജനോ അനുജത്തിയോ വേണമെന്നൊക്കെ. ആകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുകയെന്ന് പറയണം. ആദ്യം എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരണമെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ മഹേഷ് പറഞ്ഞു, ആദ്യം ഇങ്ങോട്ടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇഷിതയെന്ന് ചോദിക്കും. പിന്നെ എന്ത് ചെയ്യും മഹേഷ് എന്ന് ചോദിക്കുകയാണ്. അല്ല വീട്ടുകാർ പറഞ്ഞ എന്താ, ചിപ്പിമോൾക്കൊരു അനുജനോ അനുജത്തിയോ വേണമെന്നല്ലേ? ഇത് കേട്ടപ്പോൾ ഇഷിത പറഞ്ഞു, അതെ അതെ, അവർ ഉദ്ദേശിക്കുന്നത് അത് മാത്രമല്ല, അവരാഗ്രഹിക്കുന്നത് എന്താണെന്നറിയോ, നിൻ്റെ ഒരു കുഞ്ഞിനെ. അതാണ് അവർ ആഗ്രഹിക്കുന്നത്. ചിപ്പി ഉണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് ഒത്തിരി ആഗ്രഹം ഉണ്ടായിരിക്കും നിൻ്റെ ഒരു കുഞ്ഞിനെ കാണണമെന്ന്. അതിന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നു പറയണം. അല്ല അത് പിന്നെ മഹേഷേ, ഞാൻ പറയാനുള്ള പറഞ്ഞു. അല്ല ഞാനെന്ന് ചോദിച്ചോട്ടെ, ഇത്രയൊക്കെ അവർ പറഞ്ഞിട്ടും നിനക്കൊരു അമ്മയാവാനായിട്ടുള്ള ആഗ്രഹമില്ലേന്ന് ചോദിക്കുകയാണ്. ഇങ്ങനെ പച്ചയ്ക്ക് ചോദിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ഇഷിതയ്ക്ക് എന്തും മറുപടി പറയണമെന്ന് അറിയത്തില്ല. കാരണം ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് മഹേഷിനോട് അങ്ങനെ കാര്യമായിട്ട് സംസാരിച്ചിട്ടില്ല. അവർ തമ്മിലൊരു എഗ്രിമെൻ്റ് ഉള്ളതുകൊണ്ട് ആ ഒരു രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിട്ടില്ല. പിന്നീട് മഹേഷ് പറഞ്ഞു, അവരുടെ വേദനയും വിഷമം എന്താണെന്ന് നമ്മളറിയണം. പ്രായമായവരല്ലേ, അവർക്ക് പല ബുദ്ധിമുട്ടുകളും കാണും. അവരുടെ ആഗ്രഹത്തെ നമുക്കില്ലാതാക്കാൻ സാധിക്കില്ല. കാരണം സ്വന്തം മോൾക്കൊരു കുഞ്ഞുണ്ടായി കാണണമെന്ന് ഏതച്ഛനമ്മമാരെ ആഗ്രഹിക്കാതിരിക്കുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും നാളായില്ലേ, അവരുടെ മനസ്സിലും വേവലാതി കാണും. പോരാത്തതിന് ഇപ്പം നിനക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അതെ അമ്മയ്ക്കും അറിയാൻ ചെയ്യാമല്ലോ, അതുകൊണ്ടായിരിക്കും നിന്നോട് ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയണം എന്നും പറഞ്ഞ് മഹേഷ് അങ്ങോട്ട് കയറിപ്പോയി. ഈ സമയത്ത് ഇഷ്ടതയ്ക്ക് ആ പട സങ്കടമായിപ്പോയി. ഇഷ്ടതയ്ക്കും ആഗ്രഹമുണ്ട് ഒരു കുഞ്ഞിനെ വേണമെന്നുള്ള. പക്ഷേങ്കിൽ അതെങ്ങനെ മഹേഷിനോട് പറയാനുമായിട്ടൊരു മടിയാണ്. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ഇഷ്ടതയ്ക്ക്. പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോഴത്തേന് ചിപ്പി അങ്ങോട്ടേക്ക് വരുവാണ്. ചിപ്പി വന്നിട്ട് ഇഷിതയോട് പറഞ്ഞു, അതെ ഞാനിന്ന് ആദ്യേണ്ണെ കണ്ടായിരുന്നു പറയാണ്. അത് കേട്ടപ്പോൾ ചിപ്പി പറഞ്ഞു, എന്നിട്ടോ? ആദ്യേണ്ണോട് ഞാൻ സംസാരിച്ചു, പക്ഷെ ആദ്യേണ്ണ ഇങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കുന്നില്ല. ഞാൻ ആദ്യേണ്ണെ വിളിച്ച ആദ്യേണ്ണ എന്താ പറഞ്ഞതെന്നറിയാമോ? ആദ്യേണ്ണ മമ്മീനെ ഇട്ടിട്ട് വരാൻ പറ്റില്ലെന്ന്. അത് മാത്രമല്ല അവിടെയാണെങ്കിൽ വല്ലാത്ത പ്രശ്നങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു അമ്മയെന്ന് പറയാണ്. പ്രശ്നങ്ങൾ? എന്ത് പ്രശ്നങ്ങൾ? ആ ആകാശങ്ങളിലുണ്ടല്ലോ, ആകാശങ്ങളും രചനാമ്മയും തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് വഴക്കങ്ങളും കാര്യങ്ങളൊക്കെയാണ് എന്നോട് ഇന്ന് ആദ്യേണ്ണ പറഞ്ഞതെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഇഷ്ടത്തേക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ആദ്യം അവിടെ എത്രമാത്രം മാനസിക സംഘർഷം അനുഭവിക്കുന്നുണ്ടെന്ന് ഇഷ്ടത്തേക്ക് മനസ്സിലായി. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? എന്തേലും ചെയ്യാൻ പറ്റുമോ? അവനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ടേക്ക് വരാനും പോകുന്നില്ല. കാരണം അവൻ്റെ അമ്മേനെ ഇട്ടിട്ട് വരാൻ ഭയങ്കര വിഷമമുണ്ട്. എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെന്നും അറിയത്തില്ല. പിന്നീട് ചിപ്പി പറഞ്ഞു, എനിക്ക് ആദ്യേണ്ട കാര്യം ഓർത്തിട്ട് സങ്കടമുണ്ട്. പക്ഷേങ്കിൽ എന്താ ഒന്നുമില്ലാന്ന് പറഞ്ഞിട്ട് ചിപ്പി അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് ഇഷ്ടതയ്ക്ക് മനസ്സിലായി ചിപ്പിയുടെ മനസ്സിലും വിഷമമുണ്ട്. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവൾക്കാണെങ്കിൽ കളിക്കാൻ എന്ത് കൂട്ടൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതിൻ്റെതായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവൾക്കുണ്ടല്ലോ എന്ന് വിചാരിക്കുകയാണ്. പിന്നീട് ഇഷ്ടതയെ വിളിക്കുകയാണ്. ഇഷ്ടതയെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് ആഷിത പറഞ്ഞു, എന്നെ അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇത് കേട്ടപ്പോൾ ഇഷ്ടത്തിൽ ചെന്നിട്ടോ എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയണം. എത്രയും പെട്ടെന്ന് നിനക്കൊരു കുഞ്ഞു വേണം ഇഷു. ആ കാര്യങ്ങളെക്കുറിച്ച് അച്ഛനും അമ്മ എന്നോട് സംസാരിച്ചെന്ന് പറയണം. ഇനി ഇതിങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല. അല്ല നീ ഡോക്ടറെ പോയി കണ്ടല്ലേ? പിന്നെ ഡോക്ടർ പറഞ്ഞല്ലേ കുഴപ്പമൊന്നുമില്ലെന്ന്. ഇനി എന്തിനാ ഇതിങ്ങനെ വെച്ചിട്ട് നീട്ടുന്നതെന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ ആഷിതേച്ച് ഞാൻ കൂടുതലൊന്നും പറയണ്ട ഇഷു. ഇതേ ജീവിതത്തിലൊരു അർത്ഥമൊക്കെ ഉണ്ടാണെങ്കിൽ ഒരു കുഞ്ഞു വേണമെന്ന് പറയണം. ചിപ്പി മോളുണ്ടല്ലോ, ചിപ്പി ഉണ്ടെന്ന് പറഞ്ഞിട്ടൊന്നും എനിക്ക് കാര്യമില്ല. നീ എത്രയും പെട്ടെന്ന് പ്രഗ്നൻ്റ് ആണെന്ന് നോക്ക്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനിയെല്ലാം നിൻ്റെ ഇഷ്ടം എന്ന് പറഞ്ഞ് ഞങ്ങൾ കോള് കട്ട് ചെയ്യുകയാണ്. ആ സമയത്ത് വല്ലാത്തൊരു ധർമ്മ സങ്കടത്തിലായി പേക്ഷിത എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഈ സമയത്ത് ആകാശ് മീറ്റിങ്ങിനൊക്കെയാണെന്ന് പറഞ്ഞ് പോയത് നല്ലൊരു സ്ഥലത്തേക്ക് തന്നെയാണ്. കാരണം ആകാശിന് വേറെ ഗേൾ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും രചനയ്ക്ക് അറിയത്തുണ്ടായിരുന്നില്ല. രചനേനെ കണ്ണു പിടിച്ചാണ് ആകാശ് ഇതൊക്കെ ചെയ്യുന്നത്. കാരണം ആകാശിനറിയാം അവളോടൊപ്പം ഒരു ജീവിതം തനിക്ക് ഉണ്ടാകത്തില്ലെന്ന്. അതുകൊണ്ടാണ് രചനയെ കല്യാണം പോലും കഴിക്കാതിരിക്കുന്നത്. കാരണം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ തനിക്കിങ്ങനെ പാറിപ്പറന്ന് നടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആകാശ് സർവ്വ ഊടായ്പും ചെയ്യുവാണ്. പക്ഷേ ഈ സമയത്തൊക്കെ രചന ആ പടം വിഷമിച്ചിരിക്കുക. രചനയുടെ വിഷമം തന്നെ ഇനി ആദ്യം കൂടി ഇട്ടിട്ട് മഹേഷിൻ്റെ ഏരിയയിലേക്ക് പോകുന്നുള്ള. അതുമാത്രമല്ല തനിക്ക് എത്ര നാൾ ആകാശിൻ്റെ അടുത്ത് പിടിച്ചിരിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. ആകാശിൻ്റെ സ്വഭാവത്തിലൊക്കെ ഇപ്പം നല്ല മാറ്റമാണ്. ഇപ്പം അവന് തന്നെ വേണ്ടാന്നൊരു തോന്നലൊക്കെ ഉണ്ട് അവൻ്റെ മനസ്സിൽ. തന്നെ ഒഴിവാക്കാൻ നോക്കുന്ന പോലെ രചനയ്ക്ക് തോന്നാനും തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ തൻ്റെ ജീവിതം എന്തായി തീരുമെന്ന് ഓർത്തിട്ട് ആകെപ്പാടെ വിഷമിച്ചിരിക്കുക. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.